ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ ഏറ്റവും വന്യരായ റമ്പാച്ചന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സെമിനാരി വിദ്യാർത്ഥികളെ, മദ്ബായിലെ ശുശ്രൂഷകരെ, പരിശുദ്ധ സഭയുടെ നാനാഭാഗത്തു നിന്നും നമ്മുടെ സഭയുടെ വിവിധ ഇടവകളിൽ നിന്നും വളരെ ശ്രേഷ്ഠമാകുന്ന ഈ വലിയ ഊശാന പെരുന്നാൾ കുർബാനയിൽ സംബന്ധിക്കുവാനായി വന്നുചേർന്നിരിക്കുന്ന ഭക്തജനമേ, സഹോദരങ്ങളെ, എല്ലാവർക്കും ജെറുസലേമിലേക്ക് ജൈത്രയാത്ര ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴുന്ന ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹാവന്ദനം. വളരെ അനുഗ്രഹീതമായ കഷ്ടാനുഭവ ആഴ്ചയുടെ ദിവസങ്ങളിലേക്ക് ഇന്ന് സന്ധ്യയോടുകൂടി നാം പ്രവേശിക്കുമ്പോൾ നിങ്ങളോടുകൂടെ ഈ ഒരാഴ്ചക്കാലം സ്വർഗീയമാകുന്ന ആരാധനയിലും പ്രത്യേകിച്ച് ഹോളി പാഷൻ വീക്ക് വിശുദ്ധ കഷ്ടാനുഭവത്തിൻ്റെ വാര ആചരണത്തിലും മഹത്തരമായ ഈസ്റ്റർ ഉയർപ്പിൻ്റെ സന്തോഷത്തിലും പങ്കുചേരുവാൻ പരിമല പുണ്യവാളൻ്റെ ഖബറിടം, ഈ പരിശുദ്ധ ദേവാലയം നാം ഒരുമിച്ച് കൂടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദീർഘമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ട് ധ്യാന ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വളരെ ശ്രേഷ്ഠമാകുന്ന ഊശാന പെരുന്നാളിൻ്റെ കുരുത്തോല വാഴ്വിൻ്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. കർത്താവേ, പ്രിയരെ, യേശുതമ്പുരാൻ്റെ ജെറുസലേമിലേക്കുള്ള ജൈത്രയാത്രയാണ് ഇന്ന് നാം കൊണ്ടാടുന്നത്. ഇംഗ്ലീഷിൽ The triumphant entry of Jesus into Jerusalem. The triumphant entry of Jesus into Jerusalem. യേശു ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ വിജയകരമായ പ്രവേശനം. ഈ പ്രവേശനം നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെയും എന്നെയും ആവഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായിട്ട് പ്രവേശിക്കുന്ന അനുഭവമാണ്. യേശുക്രിസ്തു രാജാവ്, അവൻ മഹോന്നതൻ, അവൻ ഊശാന എന്നാണല്ലോ ജനം പാടുന്നത്. അവൻ രാജാവാണ്. ദാവീദിൻ്റെ രാജകുടുംബത്തിലെയും അംഗമാണ്. അതുകൊണ്ട് തന്നെ അവൻ നമുക്ക് രാജാവാണ്. ഹി ഈസ് കിങ് ടു മീ. എനിക്ക് രാജാവാകുന്നു എന്ന് പറയാണ്. നമ്മളാരാണ്? പ്രജകളാണ്. വി ആർ ഹിസ് മൾട്ടിറ്റ്യൂഡ്. ജനമാണ്, ജനവധിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാനെ രാജാവായി സ്വീകരിക്കുക വെറും വാക്കുകളാലോ അല്ലെങ്കിൽ ആഘോഷങ്ങളാലോ ബാഹ്യമായ പ്രകടനങ്ങളാലോ അല്ല, ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കുക. അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ശിശുക്കൾ, ഇൻഫൻസ്, കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാ കുഞ്ഞുങ്ങളെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്? യേശു വാഴേണ്ടത്, രാജാവായി വാഴേണ്ടത് നിഷ്കളങ്ക ഹൃദയത്തിലാണ്. പാപം നിറഞ്ഞ ഹൃദയത്തിൽ, പാപം നിറഞ്ഞ ജീവിതത്തിൽ അവന് സ്ഥാനമില്ല. നമ്മൾ പലപ്പോഴും സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുന്നത് പാപപങ്കിലമാകുന്ന ജീവിതത്തിലാണ്. ബാഹ്യമാകുന്ന പ്രകടനങ്ങളിലൂടെയും ബാഹ്യമാകുന്ന ഉച്ചത്തിലുള്ള വാക്കുകളിലൂടെയും അവനെ രാജാവാക്കുകയല്ല, പിന്നെയോ നിഷ്കളങ്ക ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഇന്നത്തെ ആകെ തുക എന്താ? ഈ ദിവസത്തിൻ്റെ, ഓശന്ന ദിവസത്തിൻ്റെ, ഈ ഞായറാഴ്ചയുടെ സന്ദേശം എന്താ? ഹോസന്ന. ഹോസന്ന എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് സേവ് നൗ വി പ്രേ. അതാണ്
സേവ് നൗ വി പ്രേ. ജനം മുഴുവൻ ആർത്തു വിളിക്കുകയാണ്, സേവ് നൗ. നാളെയല്ല, സേവ് നൗ. ഇപ്പോൾ രക്ഷിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഹോസന്ന എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ്. അതിന്റെ ആന്തരിക അർത്ഥം ദൈവത്തിന് സ്തുതി. ഹോസന്ന, ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ കാത്തിരുന്നൊരു ജനതതി, വിടുതൽ പ്രാപിക്കുവാൻ കാത്തിരുന്നൊരു ജനതതി, ദൈവത്തിന്റെ സ്വന്തം ജനം ഇസ്രായേൽ. അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നു എന്ന യെശയ്യാ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത സന്ദേശം കാത്തിരുന്ന ഒരു ജനതതി, അവരുടെ ഇടയിലേക്ക് യേശു ദ ട്രയംഫന്റ് എൻട്രി. ആരിലേക്കാണ് വരുന്നത്? പാവപ്പെട്ട കളങ്കമില്ലാത്ത ശിശുക്കളിലേക്ക് ആദ്യം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മുമ്പിൽ നിർത്തുന്നത്. നമ്മുടെ എല്ലാ ഘോഷയാത്രയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, റാസ പ്രദക്ഷിണം. ആരാ മുമ്പിൽ സ്ഥാനം പിടിക്കുന്നത്? കർത്താവിൻ്റെ കുരിശ് മുമ്പിൽ, അതിൻ്റെ പിമ്പിൽ അണിനിരക്കുന്നത് ആരാ? കുഞ്ഞുങ്ങളാ. ജെറുസലേമിലെ ഓശന്നായിലെ ഉദാത്തമായ ഉദാഹരണമാണ്. കുഞ്ഞുങ്ങളെയാണ് മുമ്പിൽ നിർത്തുന്നത്. എന്തുകൊണ്ട്? അവർക്കാണ് അതിന് യോഗ്യത. ദേ ആർ ഇന്നസെൻസ്. അവർ നിഷ്കളങ്കരാണ്. നിഷ്കളങ്ക ഹൃദയത്തിലാണ് അവൻ രാജാവായി വാഴേണ്ടത്. എല്ലാ വർഷവും ഓശന്ന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ വെറും കുരുത്തോല പിടിച്ച് ബാഹ്യമായ വാക്കുകൾ ഉച്ചരിക്കുന്നതിനേക്കാൾ ഉപരി പാപബോധമുള്ള ഹൃദയങ്ങളിൽ, അനുതാപമുള്ള ഹൃദയങ്ങളിൽ അവൻ വസിക്കും. താണ നിലത്തെ നീരോടു എന്ന് പിതാക്കന്മാർ പഴമൊഴിയായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. താണ നിലത്തെ നീരോടു. താഴ്മയുള്ള ജീവിതത്തിൽ, നിഷ്കളങ്ക ജീവിതത്തിലെ അവൻ വസിക്കൂ. അതെ, കുഞ്ഞുങ്ങളോട് ചേർന്ന്, ശിശുക്കളോട് ചേർന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അനേകം ശിശുക്കളുണ്ട്. അവരെ മുന്നിൽ നിർത്തി അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പിതാക്കന്മാർ, വൈദികർ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ദൈവപുത്രനെ ഹൃദയങ്ങളിൽ രാജാവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. അല്ലെങ്കിൽ അതിനർത്ഥമില്ല. എന്ത്? ഹോസന്ന, സേവ് നൗ വി പ്രേ. പരിമല സെമിനാരി, പരിമല വലിയ പള്ളിയിൽ പരിശുദ്ധന്റെ ഖബറിടത്തിൽ ആ പരിശുദ്ധൻ ഉയർത്തിയ ആ വലിയ ശബ്ദം, ദൈവമേ രക്ഷിക്കണമേ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. കണ്ണീരോടെ ഈ പരിമലയുടെ മണ്ണിൽ വീഴ്ത്തിയ ആ കണ്ണുനീർ നിങ്ങളുടെയും എൻ്റെയും പാപബോധത്തിന്റെ കണ്ണുനീരായി ആ പിതാവിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് നമുക്ക് അർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്താം. നമുക്കും കുഞ്ഞുങ്ങളെ പോലെയാകാം. യേശു വസിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തിലാണ്. അവൻ രാജാവാകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ അവൻ പ്രവേശിക്കട്ടെ. ജെറുസലേമിലേക്കുള്ള പ്രവേശനം സ്വർഗീയ യെരൂശലേമിലേക്കുള്ള ആ വലിയ ജൈത്രയാത്രയുടെ മുൻകുറിയാണ്. രണ്ടാമത്തെ വരവിങ്കൽ ഇതുപോലെയുള്ളൊരു ജൈത്രയാത്ര, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിക്കാം എന്ന് പറയുന്ന വലത്തേതിൻ്റെ ശബ്ദം കേൾപ്പാൻ പരിശുദ്ധനായ പരിമല തിരുമേനിക്കും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിക്കും നമ്മുടെ പുണ്യപിതാക്കന്മാർക്കും നമ്മളുടെ അപ്പച്ചനും നമ്മളുടെ അമ്മച്ചിക്കും സാധ്യമായി. നമുക്ക് ഈ പെരുന്നാളിൽ അനുതാപ ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ അവനെ രാജാവായി സ്വീകരിക്കാം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ള ദാവീദിന്റെ വിലാപകാവ്യം, അത് നമുക്ക് വിലാപത്തിന്റെ, അനുതാപത്തിന്റെ സങ്കീർത്തനമായി രൂപാന്തരപ്പെടുത്തി ശിശുക്കളോട് ചേർന്ന് അവനെ സ്വീകരിക്കാം. യേശു വസിക്കട്ടെ നിഷ്കളങ്ക ഹൃദയത്തിൽ. രണ്ടാമത് ഒരു ചിന്ത കൂടി. യേശു കയറിയത് ഹീനമായൊരു മൃഗത്തിന്റെ പുറത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഹീനമായ മൃഗം, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു മൃഗം. ഏതാ? കഴുത, ആസ്. ഈ കഴുതയെ കർത്താവ് തെരഞ്ഞെടുത്തത് നിങ്ങളെയും എന്നെയും ധ്യാനത്തിൻ്റെതായ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമയാണ്. കഴുതപ്പുറത്ത് കയറിയ കർത്താവ് ഈ ശരീരത്തിൻ്റെയും ഉടമയാണ്, സമസ്ത ഭാവത്തിൻ്റെയും ഉടമയാണ്.
കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഉടമയാരാ? ഈ ശരീരത്തെ തൊടുവാനും അതിനെ കീഴടക്കുവാനും അതിനെ സ്പർശനം കൊണ്ട് മൂടുവാനും കർത്താവിന് മാത്രമേ സാധിക്കൂ. വേറൊരാൾ എന്നെ തൊടുവാൻ പാടില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഉടമ യേശുവാണ്. അവനാണ് എൻ്റെ സൃഷ്ടാവ്. അവന് സമർപ്പിക്കാം ഈ ബോഡി, ഈ ശരീരത്തെ. റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ പരിമല വലിയ പള്ളി, ഈ വലിയ പ്രാർത്ഥന ആരാധക സംഘം ഓശാന പെരുന്നാളിൽ യേശുവിനെ കയറി ഇരിപ്പാൻ നമ്മളുടെ ശരീരങ്ങളെ നമുക്ക് സമർപ്പിപ്പാൻ. ആദ്യത്തേത് മനസ്സിന്റെ രൂപാന്തരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിഷ്കളങ്ക ഹൃദയം. അതോടൊപ്പം അത് ഈ ഭൂമിയിൽ ആ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായ നമ്മൾ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഈ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. യേശു കഴുതപ്പുറത്ത് കയറി. ഫ്രാൻസിസ് ഓഫ് അസിസി എന്ന റോമൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പരിശുദ്ധൻ, ആ പിതാവ്, അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, തൻ്റെ സ്വന്തം ശരീരത്തെ വിളിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു ചിന്തയാണ്. അദ്ദേഹം വിളിക്കുന്നു തൻ്റെ ശരീരത്തെ ബ്രദർ ആസ്. ബ്രദർ ആസ് എന്താർത്ഥം? ASS, ബ്രദർ ആസ്, സഹോദരനായ കഴുത. ഈ ശരീരം പല വഴിക്ക് പോകാം, തെറ്റിപ്പോകാം, ദുർമാർഗത്തിൽ പോകാം, ശരിയായ വഴിവിട്ടു പോകുന്നു ഇല്ലേ? നമുക്ക് ചിന്തിക്കാം, എൻ്റെ ശരീരം അബദ്ധസഞ്ചാരം ചെയ്യുന്നു, നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. അത് നിങ്ങളും ഞാനുമാണ്. ഈ ശരീരത്തെ ജീവനുള്ള യാഗമായി ബ്രദർ ആസ് എന്ന് സന്തോഷപൂർവ്വം വിളിക്കാം. സഹോദരനായ കഴുത, വഴിതെറ്റിപ്പോവാതെ ഈ ശരീരം വിശുദ്ധിയിൽ ദൈവത്തിന് സമർപ്പിക്കാനുള്ള ആഹ്വാനവും ഈ ഓശാന പെരുന്നാളിലുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദ ട്രയംഫന്റ് എൻട്രി ഓഫ് ജീസസ് ഇൻ ടു ജെറുസലേം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലാവട്ടെ, ശരീരത്തിലാവട്ടെ. ശരീരത്തിൽ, മനസ്സിൽ, ഇത് രണ്ടിനെയും സമസ്ത ഭാവങ്ങളെയും ദൈവത്തിന് കീഴ്പ്പെടുത്താം, യേശുവിന് കീഴ്പ്പെടുത്താം. യേശു ഇതിൻ്റെ ഉടമ. യേശു വസിക്കട്ടെ. യേശു വസിക്കുന്ന ആലയങ്ങളായി ജെറുസലേമിലേക്ക് അവനോടൊന്നിച്ച്, നമ്മുടെ പിതാക്കന്മാരോടൊന്നിച്ച്, പരിശുദ്ധനായ പരിമല തിരുമേനിയോടൊന്നിച്ച് നമുക്കും യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഈ ഓശാന പെരുന്നാളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ